അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ നമുക്ക് കാത്തിരിക്കുന്ന വളരെ മഹത്വമേറിയ റജബിലെ ഏറ്റവും പവിത്രമുള്ള രാത്രിയാണ് ഇന്നത്തെ രാത്രി. ദുആ നിജാബത്തുള്ള രാവാണ്, വലിയ മഹത്വം നിറഞ്ഞ രാവാണ്. അല്ലാഹുവിൻ്റെ മലായികത്തുകൾ ഇറങ്ങുന്ന രാവുകളാണ്. പരിശുദ്ധമായ എന്തുകൊണ്ടും ഇനി വരുന്ന ഓരോ ദിവസങ്ങളും മഹത്വം നിറഞ്ഞതാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് കടന്നു വരുന്ന റജബിലെ ഏറ്റവും പവിത്രമായ രാവാണ്, അള്ളാഹുവിൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിറാജ് പോയ രാത്രിയാണ് ഇന്നത്തെ രാവ്. അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് സമ്മാനമായ ലഭിച്ച നിസ്കാരം ഈ രാവാണല്ലോ. ഇങ്ങനെ എല്ലാ വിഷയത്തിലും വലിയ മഹത്വം നിറഞ്ഞ ഇന്നത്തെ രാവ് പരമാവധി ദിക്റുകളെ കൊണ്ടും മഹത്വം നിറഞ്ഞ സ്വലാത്തുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ മഹത്വമുള്ള ദിക്റാണ് മജ്ലിസിൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ഇന്നത്തെ രാവ് ഈ ദിക്റുകൾ ചൊല്ലി നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു പരിശുദ്ധമായ രാവിൽ എന്നോട് ചോദിക്കുന്നു, അല്ലാഹ് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്നവരുണ്ട്, പല ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. അല്ലാഹ് ആ പ്രശ്നത്തിന് പരിശുദ്ധ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാത്തിനും പരിഹാരം നൽകണേ അല്ലാഹ്. ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് വലിയ നിന്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ആഫിയത്തും ആരോഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പല വിഷയത്തിൽ പല പ്രതിസന്ധിയിലും നേരിടുന്നവരുണ്ട്, പല അസുഖങ്ങളായി പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് നമ്മൾ ഇനി ചൊല്ലാൻ പോകുന്ന ദിക്റിൻ്റെ മഹത്വം കൊണ്ട് ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും കൂടെ ഈ ദിക്റുകൾ ചൊല്ലണം, മനസ്സറിഞ്ഞ് ചൊല്ലണം. നമ്മുടെ മനസ്സിൽ പരിശുദ്ധമായി രാവിൽ അല്ലാഹുവിലേക്ക് നമ്മൾ ചെയ്തു പോയ കുറവുകളും പോരായ്മകളും അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. ആദ്യം നമുക്കൊരു ഇസ്തിഗ്ഫാർ ചൊല്ലാം. നമ്മുടെ ദോഷങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇനിയുള്ള ജീവിതം നല്ല രീതിയിൽ ആകണമെന്ന മനസ്സോടെ എല്ലാ രീതിയിലും വലിയ വിജയമുണ്ടാകണമെന്ന മനസ്സിൽ കരുത്തോടെ ചൊല്ലണേ. കൂടെ ചൊല്ലാമോ? ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി നമുക്ക് വളരെ മഹത്വമുള്ളൊരു ദിക്റ് ചൊല്ലാം. അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടുള്ള ദിക്റാണ്. നമുക്ക് നാളെ അല്ലാഹുവിനെ കാണണമല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരെക്കാളും എല്ലാ ജീവജാലങ്ങളെക്കാളും
അള്ളാഹു ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിനെ കാണാൻ അള്ളാഹു അതിനുള്ള പ്രകാശം നിട്ടുകൊടുത്തിട്ടുള്ളൂ. ഒരു മനുഷ്യനും അള്ളാഹു തആലാനെ കാണാനുള്ള ശക്തി കൊടുത്തിട്ടില്ലല്ലോ. അതാർക്കാണ്? റഹ്മത്തുലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കണ്ട പരിശുദ്ധമായ രാവാണ് ഇന്നത്തെ രാവ്. ആ മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് അള്ളാഹുവിനെ കണ്ടു. അള്ളാഹുവിൻ്റെ ഹളറത്തിൽ ചൊല്ലിയ പരിശുദ്ധ രാവിൽ നമുക്കും അള്ളാഹുവിനെ കാണണമെന്ന നിയ്യത്തോടുകൂടെ നാളെ നമുക്ക് റബ്ബിനെ കാണണം. നാളെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ട് നമുക്ക് ആസ്വദിക്കണം. അതൊന്ന് നമുക്ക് ആനന്ദിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹ് വേണ്ടതുപോലെ അമലുകൾ ചെയ്തവരല്ല, പ്രവർത്തനങ്ങൾ ചെയ്തവരല്ല. എന്നാലും നമ്മെ സൃഷ്ടിച്ച അള്ളാഹ് നീ പറഞ്ഞതുപോലെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ലെങ്കിലും അള്ളാഹു ഇനിയുള്ള ദിവസം നിന്നെ പേടിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനും നാളെ നിന്റെ നിക്കാഹിനെ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ചൊല്ലിക്കോ ഈ ദിക്ർ നല്ല മനസ്സോടെ, മനസ്സിൽ അല്ലാഹു എന്ന ചിന്തയോടെ ചൊല്ലിക്കോ. സുബ്ഹാനല്ലാഹി അർ-റഊഫ്, 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 സുബ്ഹാനല്ലാഹി الرؤوف، سبحان الله 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 والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر.
ഇനി വലിയ ശക്തിയുള്ള ദിക്റാണ്, വലിയ മഹത്വമുള്ള എല്ലാത്തിനും പരിഹാരമുള്ള ദിക്റാണ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരെ ജീവിതത്തിലെന്നും കഷ്ടപ്പാടാണ്, ഒരുപാട് കടങ്ങളാണ് അല്ലാഹ്, ഒരുപാട് വിഷമങ്ങളാണ്. മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ മനസ്സിൽ ഒതുക്കിനെടുക്കുകയാണ്. ആരോട് പറയണം നമ്മുടെ സങ്കീർണതകളെന്ന് വെച്ച് മനസ്സിൽ കരഞ്ഞ് അല്ലാഹ് അവരുടെ ജീവിതം വല്ലാത്ത അനുഭവത്തിലാണ്, വിഷമത്തിലാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹ് ഈ ഇനി ചൊല്ലുന്ന ദിക്റിൻ്റെ മഹത്വം കൊണ്ട്, ഈ രാവിൻ്റെ ബർക്കത്തുണ്ട് അവർക്ക് നീ വലിയ പരിഹാരം നൽകണേ അല്ലാഹ്. അവർക്ക് വലിയ മനസ്സിന് വലിയ സമാധാനം കൊടുക്കണേ അല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. لا حول ولا قوة إلا بالله العلي العظيم. 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 നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ മരിക്കേണ്ടയോ? നമുക്ക് ഈ ദുനിയാവിൻ്റെ സുഖങ്ങൾ മാത്രം മതിയോ? ദുനിയാവിൻ്റെ സന്തോഷങ്ങൾ മാത്രം മതിയോ? ഇവിടെ ആളുകളുണ്ട്, ഇവിടെ വീടുകളുണ്ട്, ഇവിടെ സന്തോഷങ്ങളുണ്ട്. പക്ഷേ നാളെ ആരുണ്ട് നമ്മുടെ കൂടെ? ഖബറിലെ ഗാന്ധയുടെ ജീവിതമാണ്. അവിടെയും നമുക്ക് രക്ഷ ലഭിക്കാൻ ആരാണ് നമുക്ക് കൂട്ടിനുള്ളത്? നാളെ സ്വർഗത്തിൽ നമുക്ക് കടക്കേണ്ടയോ? ഒരുപാട് കടമ്പകൾ കടന്നിട്ടില്ലേ സ്വർഗത്തിൽ കടക്കാൻ പറ്റുള്ളൂ. അതിന് വലിയ പരിഹാരമായി മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. അത് വല്ലാത്ത പരിഹാരമാണ്. അത് ഖബറിൽ എന്നല്ല, ദുനിയാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ വലിയ പരിഹാരമായി പഠിപ്പിച്ച ദിക്റാണ്. പോരാ, നാളെ ഖബറിൻ്റെ ഏകാന്തയിൽ നിന്ന്, ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് വലിയ കാവലായിട്ടുള്ള മന്ത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 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 لا إله إلا الله الملك الحق المبين. 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 لا إله إلا الله الملك الحق المبين.
ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഈ ദിക്ർ മുറുകെ പിടിച്ചോ. എല്ലാത്തിനും വലിയ ആയുധമാണ് ഈ ദിക്ർ. നമുക്കെന്നും വലിയ കാവലായി പഠിപ്പിച്ച ദിക്റുള്ള വലിയ മന്ദിരമാണ് ഇത്. പിടിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. യുദ്ധരണാങ്കണത്തിൽ പോലും മുറുകെ പിടിച്ച മന്ദിരമാണ് ഈ മന്ദിരം. ഇത് നമ്മൾ ചൊല്ലി വന്നാൽ ഏത് ശത്രുക്കളും മുന്നിലും നമ്മൾ തോറ്റു പോവില്ല. ഏത് കാര്യങ്ങളിലും നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല. ചൊല്ലിക്കോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു 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 വ നിഅമൽ വക്കീൽ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹറാമുകൾ കണ്ടവരാണ്, പോരായ്മകൾ കണ്ടവരാണ്. ഇല്ലിലേക്ക് ഖേദിച്ച് മടങ്ങുന്നു. അല്ലാഹ് റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, 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 റബ്ബി ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലാം. സ്വലാത്ത് ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട രാവാണ്. കാരണം എന്താ അറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധ രാവിലാണല്ലോ മിഅ്റാജ് രാവ് നടത്തിയത്. സ്വർഗം കൊണ്ടും നരകം കൊണ്ടും ഇങ്ങനെ ഒരുപാട് അർശും കുർശും അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്ത പരിശുദ്ധ രാവാണ്. വല്ലാത്ത അത്ഭുതം നിറഞ്ഞ രാവാണല്ലോ പരിശുദ്ധ മിഅ്റാജ് രാവ്. പരിശുദ്ധമായി രാവിലാണല്ലോ നമുക്ക് നിസ്കാരം ലഭിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും മുത്തുനബി തങ്ങളിലേക്ക് സ്വലാത്ത് സമർപ്പിക്കേണ്ട രാവാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് വർദ്ധിക്കാൻ പറ്റിയ രാവാണ്. ആ രാവിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത്. നമ്മൾ സ്വലാത്ത് ചൊല്ലി രണ്ട് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കേണ്ട രാവാണ്. നമുക്ക് ചോദിക്കണം, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. അതോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണണം. അള്ളാഹുവിനെ കണ്ട കണ്ണാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണ്. അള്ളാഹു എന്തുകൊണ്ടും ഭാഗ്യം കൊടുത്തു, വലിയ സൗഭാഗ്യം കൊടുത്ത നേതാവ് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തങ്ങളെ ജീവിതത്തിൽ നമുക്ക് കാണണം, ഒരുപാട് തവണ കാണണം. കാണാതെ നമ്മൾ മരിക്കുകയാണെങ്കിൽ എത്ര വലിയ ഹതഭാഗ്യവാന്മാരാണ്. എത്ര വർഷം നമ്മൾ ജീവിച്ചിട്ടെന്ത് കാര്യം? മുത്തുനബി തങ്ങളെ കാണാതെ മരിക്കുകയാണെങ്കിൽ റബ്ബേ
തെറ്റുകളെ കൊണ്ട് തെറ്റിൻ്റെ കൂമ്പാരം ചെയ്തു പോയവരാണ്. നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി തരണേ അല്ലാ. നമ്മുടെ മനസ്സ് ശുദ്ധിയാവാതെ മുത്തുനബി തങ്ങൾ കടന്നു വരില്ല. നമ്മുടെ സ്വപ്നത്തിൽ മുത്തുനബി തങ്ങൾ കടന്നു വരാൻ ഏറ്റവും വലിയ പരിഹാരം അത് സ്വലാത്താണ്. സ്വലാത്ത് മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെടില്ല. ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. നമുക്കാദ്യം സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഒരു വട്ടം സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. റഹ്മാനും റഹീമുമായ അല്ലാഹ് വിവരം കുറഞ്ഞവരാണ്, പാപികളാണ്. റബ്ബായ അല്ലാഹ് ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ്. നമ്മുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹ്. നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. എല്ലാവിധ തെറ്റുകുറ്റങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ സഹായിക്കുന്നവർ, നമ്മൾക്ക് ഭക്ഷണം തരുന്നവർ അല്ലാഹ് ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ്. നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ ദുആ കൊണ്ട് കടപ്പെട്ടവർ, എല്ലാ മുത്തുമുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ ശാരീരികമായി മാനസികമായ എല്ലാ ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹ് ഈ രാവിൽ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി
ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിയുന്ന അല്ലാ, ഞങ്ങളുടെ കടങ്ങൾ തീർത്ത് തരണേ അല്ലാ, നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് സ്വാലിയായ മക്കളെ കൊടുക്കണേ അല്ലാ, ഉള്ള മക്കളെ സ്വാലിഹ്യങ്ങൾ പെടുത്തണേ അല്ലാ, നമ്മുടെ സമ്പത്തിലും നമ്മുടെ വീടുകളും നമ്മുടെ ഭാര്യ മക്കളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ബർക്കത്ത് നൽകണേ അല്ലാ, നമ്മുടെ സമയത്തിന് ബർക്കത്ത് നൽകണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടെ സ്വർഗത്തിലെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, വറഅ് നൽകണേ അല്ലാ, നമ്മളെ ഇസ്സത്തിലാക്കണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അള്ളാഹു എല്ലാ ഷറിനെ തട്ടിക്കളയണല്ല, എല്ലാ കണ്ണീരിനെ തട്ടിക്കളയണല്ല, എല്ലാ ചതികളെയും തട്ടിക്കളയണല്ല, എല്ലാവിധ അപകടങ്ങളെ തൊട്ട് കാക്കണയല്ല, പെട്ടെന്നുള്ള ദുരിതങ്ങളെ തൊട്ട് കാക്കണയല്ല, സലാമത്താക്കു റബ്ബേ, മുസീബത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തുവല്ല, ഞങ്ങളെ നന്നാക്കു റബ്ബേ, സ്വാലിഹീങ്ങളിൽ പെടുത്തണയല്ല. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.